വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ CSEB ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുവരെ നമ്മൾ സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ മാത്സ് എക്സ്പ്ലനേഷൻസും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാത്സിലുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 450 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു 450 എണ്ണം. അപ്പോൾ 451 തൊട്ട് നമ്മൾ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാത്സ് നമുക്ക് കുറച്ച് ടൈപ്പ് മാത്സ്, അതായത് സീരീസും അതുപോലത്തെ പൈപ്പിൻ്റെ കണക്കുണ്ടാവും. പിന്നെ അങ്ങനത്തെ എന്ത് കണക്കാണോ ചോദിക്കുന്നത് ആ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സീരീസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ ഇതുപോലത്തെ ഡിസ്കഷൻസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. മാത്സ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് പഠിക്കാൻ തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 451 ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ടു സൈൻസ് ഇൻ ദ ഇക്വേഷൻ ഗിവൺ ബിലോ ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് എ ബാലൻസ്ഡ് ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ടു സൈൻസിൻ്റെ ഇക്വേഷൻസ് എന്ത് ചെയ്യണം, ഇൻ്റർചേഞ്ച് ചെയ്യണം അല്ലേ. പരസ്പരം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ചിഹ്നങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷനായിട്ട് മാറുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 51 ഹരിക്കണം 3 പ്ലസ് 17 ഇൻറ്റു 2 മൈനസ് 12 സമം 10 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആൻസർ കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എല്ലാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആൻസർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഡി എടുത്ത് നോക്കുക. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന 1-2 എണ്ണം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായത് മാത്രമാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോർഡ് മാസ് എഴുതുക. ബോർഡ് മാസ് എഴുതിയിട്ട് നമ്മളിവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ തന്നെ, അതായത് ഈ ഒരു സെൻറ്റൻസ് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ 51 ഹരിക്കണം 3, അതായത് ഹരിക്കണത്തിന് നമ്മൾ എന്താക്കണം, 2 സൈൻ തമ്മിൽ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹരണത്തിന് നമ്മൾ മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഇൻറ്റുവിനെയാണ് നമ്മൾ മാറ്റിയത് കേട്ടോ. അതായത് മൈനസും ഇൻറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുക, ഇൻറ്റുവിനെ മൈനസ് ആക്കുക, മൈനസിനെ ഇൻറ്റു ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ട്, ആൻസർ ബാലൻസ്ഡ് ആവുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 51 ഹരിക്കണം 3 പ്ലസ് 17 മൈനസ് 2 ആക്കും. -2 ഇൻറ്റു 12 സമം. അതായത് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റുവിനെ നമ്മൾ ഈ മൈനസിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 51 ഹരിക്കണം 3 17 കിട്ടും. 17 പ്ലസ് 17 മൈനസ് 24 ഈക്വൽസ് 10 കിട്ടും കേട്ടോ. അപ്പോൾ 24 കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റായി മാറുകയാണ്. അപ്പോൾ ഇവിടെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയണം, ഇവിടെ ബോർഡ് മാസ് എടുക്കുമ്പം ആദ്യം നമ്മൾ ഡിവിഷൻ, അതായത് ഇങ്ങനത്തെ ഇത് ക്ലിയർ ചെയ്യുമ്പം ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, ബ്രാക്കറ്റ് നോക്കണം, അങ്ങനത്തെ എല്ലാം നോക്കണം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരിക ഈ ഡി മാസാണ്. കാരണം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷനാണ് നമുക്ക് കൂടുതൽ വരിക, കൂടുതലായിട്ട് കാണാറ് അങ്ങനത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഡിവൈഡ് ചെയ്ത് വെക്കണം, പിന്നെ അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ. അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ അഡീഷൻ ചെയ്തു, ഒക്കെ കൂട്ടി വെച്ചു, പിന്നെ കുറച്ച് വെച്ചു, അങ്ങനെ പാടില്ല. ഈ ഒരു ഓർഡറിൽ തന്നെ, ഈ DMAS എന്ന് പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതി ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഉത്തരം പെർഫെക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരമൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം ആയിരിക്കില്ല കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് മൈനസും ഇൻറ്റു ആണ് കേട്ടോ. മൈനസും ഇൻറ്റും തമ്മിൽ, ഈ മൈനസിന് പകരം ഇൻറ്റുവിന് പകരം മൈനസ് ആക്കുക, ഈ മൈനസിന് പകരം ഇൻറ്റു ആക്കുക. അപ്പോഴും 10 തന്നെയാണ് കിട്ടുക, ബാലൻസ്ഡ് ഇക്വേഷൻ ആയി മാറും. അതാണ് ഈ കണക്ക് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ചൂസ് ദ വൺ വിച്ച് ഈസ് ഡിഫറെൻറ്റ്. ഡിഫറെൻ്റ് ആയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഡിഫറെൻ്റ് ആയത്? ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എഴുതി നോക്കണം. ഓരോന്നിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മോഡ് 1 ഏതാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പം 50 നമ്മൾ എഴുതി നോക്കുമ്പോൾ 48 നമ്മൾ പിന്നെ എഴുതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. 50 നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ 7² + 1 49 + 1 എന്താണ്, 50 ആണ്.
അതേപോലെ 82-നും അതേപോലെ ഒരു ബന്ധമുണ്ട്. 9 സ്ക്വയർ പ്ലസ് 1 അല്ലേ. 9 9 81, 81ഉം ഒന്നും കൂട്ടിയാൽ 82 ആവും. 170 ആണെങ്കിൽ 169നോട് 1 കൂട്ടിയാൽ 170 കിട്ടും. അപ്പോൾ അവിടെയും ബന്ധമുണ്ട്. പക്ഷേ 48-ന് മാത്രം എന്തില്ല. 48-ന് 49 മൈനസ് 1 49 ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ 49 വരുമായിരുന്നു, പക്ഷെ അവിടെ മൈനസ് 1 വന്നിട്ടുള്ളത് അല്ലേ, പ്ലസ് 1 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 48 ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ആൻസർ എന്താണ്, 48 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതേപോലെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് പ്ലസ് എന്നത് ഇൻറ്റു ആണെന്ന് വിചാരിക്കുക, ഇൻറ്റു മീൻസ് മൈനസ് ആണെന്ന് വിചാരിക്കുക, ഹരണം മീൻസ് പ്ലസ് ആണെന്ന് വിചാരിക്കുക, മൈനസ് മീൻസ് ഹരിക്കണം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ദ റിസൾട്ട്. താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 175 അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. എടുത്തെഴുതുമ്പോഴൊക്കെ ഒന്ന് നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക കേട്ടോ. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സൈഡിൽ എന്ത് ചെയ്യുക, സമയമുള്ളവർ ഇങ്ങനെ വരച്ച് വെക്കുക, അപ്പോൾ തെറ്റാതിരിക്കുക. അപ്പോൾ 175-ന് എന്ത് ചെയ്യുക, മൈനസിനെ നമ്മൾ എന്താക്കി, മൈനസിനെ ഹരിക്കണമാക്കി. അപ്പോൾ ഹരിക്കണം ചിഹ്നമാക്കുക, ഹരിക്കണത്തിനെ പ്ലസ് ആക്കി, പ്ലസ്സിനെ ഇൻറ്റു ആക്കി, അങ്ങനെ ഇൻറ്റുവിനെ മൈനസാക്കി, പ്ലസ്സിനെ ഇൻറ്റു ആക്കി, അങ്ങനെ വ്യത്യാസം വരുത്തി എഴുതുക. പിന്നെ അതിന് ശേഷം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഹരിച്ചു വയ്ക്കുക, പിന്നെ അതിന് ശേഷം ഗുണിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 175-നെ 25 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 7 + 100 - 30. അപ്പോൾ 107 - 30 എന്ന് പറയുമ്പോൾ 77 ആണ് ഇവിടെ ആൻസറായിട്ട് വരിക കേട്ടോ. 77 ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 pipes can fill a tank in 10 hours and 16 hours respectively. 2 പൈപ്പുകൾ, പിന്നെ ഒരു ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് 10 അവർ അടിച്ചാണെന്നറിയും, മറ്റത് 16 അവർ അടിച്ചാലാണെന്നറിയാം. എ തേർഡ് പൈപ്പ് ക്യാൻ എംപ്റ്റി ദ ടാങ്ക്. മൂന്നാമത്തെ പൈപ്പ് എന്തിനാ, ടാങ്ക് ശൂന്യമാക്കാൻ, അതായത് എം ടി ആക്കും. അതിന് 32 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. ഇഫ് ഓൾ ദ 3 പൈപ്സ് ഫങ്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇൻ ഹൗ മച്ച് ടൈം, എത്ര സമയം എടുക്കും ഈ ഒരു ടാങ്ക് ഫുള്ളാവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹവേഴ്സ്, എത്ര അവർ എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എഴുതി ചെയ്യാൻ എന്ത് വേണം, ഇക്വേഷൻ വേണം. ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിനൊരു 2 3 4 ഇക്വേഷൻസ് ഈ പൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പൈപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 3 പൈപ്പുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. 3 പൈപ്പ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 പൈപ്പ് നിറയ്ക്കാനും 1 പൈപ്പ് വെള്ളം ഒഴിവാക്കാനും അല്ലേ, ആ ഒരു രീതിക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ടാങ്കിൽ, അതായത് ABC 3 ടാപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എക്ക് എക്സ് ഹവേഴ്സിന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം എക്സ് ഹവേഴ്സും ബിക്ക് വൈ ഹവേഴ്സും കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ കഴിയും. എന്നാൽ സി എന്താണ്, സി ടാങ്ക് കാലിയാക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അങ്ങനെ 3 ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ ടാങ്കിന് വേണ്ട സമയം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ XYZ ഡിവൈഡഡ് ബൈ YZ പ്ലസ് XZ പ്ലസ് XY ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബോക്സിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് നന്നായി പഠിക്കുക. XYZ ഡിവൈഡഡ് ബൈ YZ പ്ലസ് XZ, എക്സ് അതുപോലെ തന്നെ ZX ആണ് കേട്ടോ. ZX ആണ്, YZ അവസാനിക്കുന്നു. എന്നിട്ട് പിന്നെ ആ സെഡിൻ്റെ കൂടെ X ആണ് ചേർക്കുന്നത്. Xൽ അവസാനിക്കുന്നു, പിന്നെ വീണ്ടും ആ Xൻ്റെ കൂടെ Y ചേർക്കുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ച് എഴുതുക. മേലെ XYZ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇടുമ്പോൾ തന്നെ ഈ ഇക്വേഷനിൽ കറക്റ്റായിട്ട് X 10, Y 16, Z 32 നമുക്ക് തന്നിട്ടുണ്ട്. മേലത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇതെല്ലാം. അത് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ വലിയൊരു ഫിഗറാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷനിൽ നോക്കി എഴുതിയെടുക്കുക. അതായത് ഈ 5120-നെ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 5120 കിട്ടും. പിന്നെ 16 × 32, 32 × 10, അതുപോലെ ഇത് ചെയ്യുമ്പോൾ 672 കിട്ടും. പിന്നെ അത് വെട്ടി ചെറുതാക്കുകയാണെന്നല്ല കേട്ടോ, ഹരിക്കാൻ പോകരുത്. ഹരിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലല്ല കിട്ടുക, വെട്ടി ചെറുതാക്കി നമുക്ക് ലാസ്റ്റ് കിട്ടുമ്പോൾ പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭിന്ന രൂപത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. സോ അപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ രീതിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ 7/13/21 ഹവേഴ്സാണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. 3 പൈപ്പിൻ്റെ കാര്യം ആലോചിക്കണം. 2 പൈപ്പ് നിറയ്ക്കാനും 1 പൈപ്പ്
ഒഴിവാക്കാനുമാണ്. അതും പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. XYZ ഡിവൈഡഡ് ബൈ ആദ്യം വൈയും സെഡും കൂടി എഴുതുക. പ്ലസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ സെഡിൽ അവസാനിക്കുന്നു, പിന്നെ സെഡിൽ നിന്ന് തുടങ്ങുന്നു. എക്സിനെ ഉൾപ്പെടുത്തുക. അത് കഴിഞ്ഞ് മൈനസ് ആണ് വരുന്നത്. എക്സിൽ അവസാനിച്ച കാരണം ഇപ്പുറത്തെ എക്സിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എക്സിൽ തുടങ്ങുക, വൈ ഇടുക. ഓക്കെ, അതൊരു 4-5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം എഴുതി പഠിച്ചാൽ നമുക്ക് മനസ്സിൽ നിന്നോളും. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇനി ഈ പൈപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേറൊരു ടൈപ്പ് ചോദിക്കാറുണ്ട്. അതായത് ഇതേപോലെ തന്നെ 2 പൈപ്പുകളുള്ള ക്വസ്റ്റ്യനും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു എ എന്ന ടാപ്പിന് എക്സ് മണിക്കൂർ കൊണ്ടും ബി എന്ന ടാപ്പിന് വൈ മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കാൻ കഴിയുമെങ്കിൽ 2 ടാപ്പുകളും ഒരുമിച്ച് തുറക്കുകയുള്ളൂ. അവിടെ തുറക്കണ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ XY ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ് വരിക കേട്ടോ. XY ഡിവൈഡഡ് ബൈ, കാരണം ഇവിടെ 2 കുറിച്ചിട്ടല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ XY ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ ഒഴിച്ച് കളയുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ക്രിയ പ്ലസ് ആണെന്ന് ആലോചിക്കാം. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു ടാപ്പ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു, എന്നാൽ ഒരു ടാപ്പ് നമ്മുടെ കാലിയാക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് വെച്ചാൽ, അതായത് എ എന്ന ടാപ്പ് നിറയ്ക്കുന്നു, ബി എന്ന ടാപ്പ് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഈ ഒരു വേറെ രീതിയിലാണ്. ഇതേ ഇക്വേഷൻ തന്നെ XY എന്നത് നേരത്തെ നമ്മൾ എക്സ് പ്ലസ് വൈ എന്നല്ലേ പഠിച്ചത്. അപ്പോൾ ഒഴിവാക്കാൻ കൂടിയുള്ള കാരണം ഒരു ടാങ്ക് മേലെ നിറയ്ക്കുന്നു, മറ്റത് താഴെ അടിഭാഗത്തും കൊണ്ട് കാലിയാക്കുന്നു. അങ്ങനെയാണ് ചോദിച്ചെങ്കിൽ ഒരുമിച്ച് തുറന്നു, ടാങ്ക് നിറയാൻ എത്ര സമയം വേണം, എങ്ങനെയാണ് ചോദ്യമെങ്കിൽ XY ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. XY ഡിവൈഡഡ് ബൈ നേരത്തെ തന്നെ ഉൾട്ടിയായിട്ട് എഴുതുക, വൈ മൈനസ് എക്സ്. അവിടെ പ്ലസ് ആണ്, അവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ ആണ് ഇട്ടത്, ഇവിടെ വൈ മൈനസ് എക്സ് ആണ് ഇടേണ്ടത് കേട്ടോ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുമിച്ച് ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ വെറൈറ്റി ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എളുപ്പമാണ്. ഇതൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കേസാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. പിന്നെ അതിലും എളുപ്പമുള്ളതാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊസിഷൻസ് ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് വണ്ടർഫുൾ എന്ന് പറഞ്ഞ വേർഡ് തന്നിട്ടുണ്ട്. വിൽ റിമൈൻ അൺചേഞ്ച്ഡ് വെൻ ദ ലെറ്റേഴ്സ് വിത്തിൻ ദ വേർഡ് ആർ അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി. അപ്പോൾ ഈ ഒരു വണ്ടർഫുളിനെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാത്ത എത്ര പദങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും, അത് പഴയ സ്ഥാനത്ത് ആരാ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ നമ്മൾ വണ്ടർഫുളിനെ എന്ത് ചെയ്യാം, നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി നോക്കുമ്പം അറിയാം. DEF, LNO, RUW. അപ്പോൾ യു ആണ് അതേ സ്ഥാനത്ത് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോയി അല്ലേ, പക്ഷേ യു മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ യു ആണ്. അപ്പോൾ 1 എന്നാണ് ഇവിടെ ഉത്തരം വരിക. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പം ഒരാൾക്ക് മാത്രമാണ് സ്ഥാനചലനം ഒന്നും ഉണ്ടാവാതെ അയാൾ അതേ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അത് യു ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 456ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ABCD കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. പറയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അറിയുന്ന കുട്ടികൾ നിങ്ങൾ എഴുതണം. എങ്ങനെയാണോ പഠിക്കുന്നത് ആ മാർഗ്ഗത്തിൽ എഴുതിക്കോളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ABCD ഇതുപോലെ M വരെ 13 എണ്ണം, മുകളിൽ 13 എണ്ണം എഴുതാൻ പാടുള്ളൂ കേട്ടോ. കറക്റ്റ് എണ്ണം നോക്കി വയ്ക്കുക. ABCDEFGHIJKL M വരെ. M കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ N താഴോട്ട് വന്നിട്ട് N തൊട്ട് തിരിച്ചെഴുതി പോകണം കേട്ടോ. N തൊട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. NOPQRSTUVWXYZ അങ്ങനെ പോകണം കേട്ടോ. 13 എണ്ണം മുകളിൽ, താഴെ അതുപോലെ Nന് ശേഷം തിരിച്ച് പോണ പോലെ എഴുതണം. പിന്നെ വീണ്ടും അതൊരു ശരിക്കും ഒരു ഇങ്ങനെ കറങ്ങുന്ന ഒരു സംഭവമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലോക്കഡ് നമുക്ക് എഴുതുമ്പം ബിയുടെ താഴെ കറക്റ്റ് വൈ വന്നിട്ടുണ്ട് അല്ലേ, വൈ വന്നിട്ടുണ്ട്. പിന്നെ അതന്നെയാണ് എല്ലിൻ്റെ താഴെ ഏതാ വന്നിട്ടുള്ളത്, O ആണ് വന്നിട്ടുള്ളത്. ഓടെ മുകളിൽ L ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ റിവേഴ്സ് ഓർഡറിലാണ്, ഈ ഒരു കറക്റ്റ് ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ അക്ഷരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആ ലെറ്റർ വെച്ച് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും. ഓക്ക് താഴെയുള്ളത് L ആണ്, സെഡിനുള്ളത് A ആണ്, എഫുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത് U ആണ്. സോ എമ്മുമായി കണക്ട് ചെയ്തത് N ആണ്,
പിന്നെ എക്സിന് സി ആണ്, എസ്സിന് എച്ച് ആണ്. അപ്പോഴാണ് ഈ ഒരു ലോഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ 13 പിന്നെ തിരിച്ചു പോണ പോലെ എഴുതുക കേട്ടോ. സോ ആ ഒരു ഓർഡർ മാറരുത്. ഓർഡർ ഇത് തന്നെ, ഈ ഓർഡറിൽ തന്നെ എഴുതിയാൽ ഒട്ടുമിക്ക ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സീരീസ് ആണ് കേട്ടോ. അപ്പോൾ സീരീസ് നമ്മൾ എപ്പോഴും എഴുതി നോക്കി ചെയ്യണം. പലതും ആവും, പല പോലെയാവും കിട്ടുക സീരീസ്. അപ്പോൾ നിങ്ങളത് എഴുതി നോക്കി തന്നെ ചെയ്യണം. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പതറാതെ എഴുതാൻ തുടങ്ങുക കേട്ടോ. ചെയ്ത് നോക്കുക എന്തൊക്കെ കണക്ഷൻസ് നമുക്ക് കിട്ടും എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 5, 17, 37, 65, 100 നമുക്ക് ആദ്യം നമ്മളെപ്പോഴും അഡീഷണലിലേക്കാണ് ആദ്യം ആഡ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്ത് നോക്കും, കുറച്ച് നോക്കും, അങ്ങനെ പല രീതിക്ക് നമ്മൾ ചെയ്ത് നോക്കുക മാക്സിമം. അപ്പോൾ ഇവിടെ 5ഉം 17ഉം നോക്കി നമ്മൾ, അപ്പോൾ 12ആണ് വ്യത്യാസം വരണത്. 17, 37 നോക്കി അപ്പോൾ 20ആണ്. 65 നോക്കി അപ്പോൾ 28 വരുന്നുണ്ട്, 36 വരുന്നുണ്ട്, അങ്ങനെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കോമൺ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 8ആണെന്ന് വ്യക്തമായി മനസ്സിലാവും കേട്ടോ. 12, 8, 20, 20, 8, 28, 28, 8, 36. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു 8 ആഡ് ചെയ്ത പിന്നെ ലെറ്ററാണ് ഇവിടെ വരിക, സംഖ്യയാണ് ഇവിടെ വരിക നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ 101 ആ സംഖ്യയും കൂടി ആഡ് ചെയ്യുമ്പോൾ 145 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ്, 145 കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഒരു സീരീസ് തന്നെയാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ സീരീസ് 31, 29, 24, 22, 17 ഏതാണ് അടുത്തതായിട്ട് വരുന്നത്? സീരീസ് തന്നെയാണ്. അപ്പോൾ സീരീസിൽ നമുക്കൊന്നുമില്ല, നമ്മൾ എഴുതി നോക്കുക, പല രീതിയിൽ എഴുതി നോക്കുക കേട്ടോ. 31, 29 നമ്മൾ എഴുതുമ്പം ആദ്യം 2 കുറയാണ് ചെയ്യുന്നത് അല്ലേ, 2 കുറഞ്ഞു. പിന്നെ എന്താ കുറഞ്ഞത്? പിന്നെ 5ആണ് കുറയണത് അല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ -2 ആണ്, പിന്നെ -5 ആണ്. അപ്പോൾ ഇതിലേതാന്ന് കണ്ടുപിടിക്കുക വേണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ 2 കുറയ്ക്കുക. അപ്പോൾ 17ന് 2 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 15 കിട്ടി. അപ്പോൾ 15ആണ് ഉത്തരമായിട്ട് വരിക. ആദ്യം 31 2 കുറച്ചു, അപ്പോൾ 29 കിട്ടി. 29ന്ന് 5 കുറച്ചു, അപ്പോൾ 24 കിട്ടി. 24ന്ന് വീണ്ടും 2 കുറച്ചു, അപ്പോൾ 22 കിട്ടി. 22ന്ന് 5, 17, 17ന്ന് 2, 15. അപ്പോൾ 15ന്ന് ഇനി -5 ആയിരിക്കും അല്ലേ. -5 കുറച്ച് 10 ആയിരിക്കും ഇനി വരിക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സീരീസ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 ഫ്രണ്ട്സ് ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിലാണ് ഇരിക്കുന്നത്. ആർ ഫേസിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അവർ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ദീപു ഈസ് ബിറ്റ്വീൻ. പ്രകാശിനും പങ്കജിനും ഇടയിലാണ് ആരിയിരിക്കുന്നത്? ദീപു ഇരിക്കുന്നത്. പ്രീത ഇരിക്കുന്നത് മുകേഷിനും ലളിത്തിനും ഇടയിലാണ്. പ്രകാശും മുകേഷും എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ പ്രീതയുടെ എതിരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്ര പേരാണ് ഇരിക്കുന്നത് എന്നത് അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് റെഡിയാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദീപു എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതയുടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഊഹം വെച്ചിട്ട് പ്രീതേനും ദീപുവിനെയും സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ ദീപു പങ്കജിനും പ്രകാശിനും ഇടയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീത ലളിത്തിനും മുകേഷിനും ഇടയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രകാശും മുകേഷും എങ്ങനെയാണ്? മുഖത്തോട് മുഖം ആ രീതിക്കാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ പ്രീതയുടെ നേരെ ഇരിക്കുന്നത് ആരായിരിക്കും? ദീപു ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രീതയുടെ നേരെ ഇരിക്കുന്നത് ദീപു ആയിരിക്കും. അപ്പോൾ ഉത്തരമായിട്ട് വന്നത് ഓപ്ഷൻ സി ആണ്, ദീപു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് മൺഡേ. ഇഫ് ദ സെക്കൻഡ് മന്ത് ഫാൾസ് ഓൺ സൺഡേ. പിന്നെ സെക്കൻഡ് മന്ത് അതായത് സൺഡേ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാസത്തെ പിന്നെ അപ്പോൾ എന്താണ് 31? ആ മാസത്തിൽ 31 ഞാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആ മാസത്തിൽ 31ആണ്. അപ്പോൾ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം തീയതി സൺഡേ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സൺഡേസ് മാത്രം നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ മാസം തുടങ്ങുന്നത് സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 2ആണ്. അപ്പോൾ ആ 2-ൽ സൺഡേയിൽ തൊട്ട് നമുക്ക് താഴോട്ട് എഴുതുമ്പം സൺഡേകൾ നോക്കുമ്പോൾ നമുക്ക് 7 കൂട്ടി പോയാൽ മതി. 2 + 7 9, 9 7 കൂട്ടുമ്പോൾ 16, അങ്ങനെ നോക്കുമ്പോൾ 30 വരെ കിട്ടും അല്ലേ. ആ സൺഡേ മൊത്തം ഈ മാസത്തിലെ സൺഡേ ആണ്. അപ്പോൾ ഇവർ ചോദിച്ചിട്ടുള്ളത് 31 എന്താണെന്ന്. 30 സൺഡേ ആണെങ്കിൽ അപ്പോൾ 31 എന്താണ്? തീർച്ചയായിട്ടും മൺഡേ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ മൺഡേ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത് മൊത്തം എഴുതി നോക്കുക. അപ്പം മൺഡേ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് ഡേ ആണ് ചോദിച്ചിട്ടുള്ളത്, അത് മൺഡേ ആണെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു സീരീസാണ്. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസാണ്. അപ്പോൾ 2, 5, 9, 19, 37 അങ്ങനെ പോകുന്ന സീരീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും സീരീസ് ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ എഴുതി നോക്കണം. 2, 5, 9 5 എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 5 അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 5 വരിക അല്ലേ. അപ്പോൾ 2നെ 2 കൊണ്ട് ഗുണിച്ച് 1 കൊണ്ട് കൂട്ടുന്നു, അപ്പോൾ 5 കിട്ടുക. ഇനി 5നെയും ഇത് തന്നെയാണ്, ഇവിടെ എല്ലാം 2 കൊണ്ടാണ് ഗുണിക്കുന്നത് കേട്ടോ. 5, 2, 10 മൈനസ് 1 9 വരുന്നത്. മൊത്തം പ്ലസ് അല്ല, മൈനസ് ആണ് വരുന്നത് കേട്ടോ. എന്നാൽ പിന്നീട് 9 ഇൻറ്റു 2 18 പ്ലസ് 1 19. ഇവിടെ 19 ഇൻറ്റു 2 മൈനസ് 1 37. അപ്പോൾ തുടർന്നുള്ളത് 37നെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. ആദ്യം 1 കൊണ്ട് കൂട്ടുക, പിന്നെ 1 കൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 കൊണ്ട് കൂട്ടുന്നത് വരെ നമുക്ക് ക്രിയ ചെയ്താൽ മതി. നമ്മളോട് ഒരു സംഖ്യയല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 75 ആൻസറായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതാണ് 75. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു സർട്ടൻ കോഡ് ലാംഗ്വേജിൽ പോളിഷ് എന്ന് എഴുതുന്നത് MLIFPE. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ സംഖ്യകളും കൂടി, അതായത് ആദ്യത്തെ 13 നമ്മൾ ഇട്ടു. പിന്നെ 13 പ്രത്യേകം ശ്രദ്ധിക്കുക, 14 താഴോട്ടാണ് കേട്ടോ. പിന്നെ 13 കഴിഞ്ഞ് നമ്മൾ 14 തൊട്ട് തിരിച്ചെഴുതിയിട്ടാണ് പോണത്. കാരണം M കഴിഞ്ഞ് N നമ്മൾ തിരിച്ചെഴുതിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14, 15 തിരിച്ചെഴുതിയിട്ട് എഴുതുന്ന പോലെ നിങ്ങളിത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടാവില്ലേ, കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ സമാധാനമായിട്ട്, ചില ടീച്ചേഴ്സ് ചീത്ത പറയാറുണ്ട്, എന്നും എഴുതാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ മിക്ക ആൾക്കാരും അങ്ങനെ ഒന്നും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എക്സാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സമയമുള്ള പോലെ സമയമുള്ള പോലെ അല്ലെങ്കിൽ എക്സാം തുടങ്ങി നിങ്ങളൊന്ന് സ്ട്രെസ്ഡ് ആവണതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാം, 2 കണക്കൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഹറിബറി ഇല്ലാതെ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പോളിഷ് എന്ന വാക്കിനെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ 16 P എന്ന് വരുന്നത് ഏത് സംഖ്യയിലാണെന്ന് നോക്കാം കേട്ടോ. P വരുന്നത് 16ലാണ്. അത് കഴിഞ്ഞ് -3 3 അക്കം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 13 പിന്നെ വരുന്ന M വരുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കണം നിങ്ങൾ. ആ കണക്ഷൻ മനസ്സിലാക്കിയാൽ നമുക്കത് വേഗം കിട്ടും. പിന്നുള്ളത് 15. അപ്പോൾ 15 എന്താണ്, 15 O ആണെന്നറിയാം. അപ്പം -3 ആകുമ്പം 12ാമത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കാം കേട്ടോ. 12ാമത്തെ ലെറ്റർ L ആണ്, അതാണ് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ കിട്ടി. 2-3 എണ്ണം നോക്കുമ്പോൾ തന്നെ ഒക്കെ -3 ആണെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 12ൽ 3 കുറച്ചു 9, 9ാമത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കി. അതുപോലെ 9ൽ 3 കുറച്ചു 6, 6ാമത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കി, F ആണെന്ന് കണ്ടുപിടിച്ചു. 19ൽ 3 കുറച്ചു 16, 16ാമത്തെ ലെറ്റർ P ആണ്. ഓക്കെ, ഈ അക്കം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാണല്ലോ നോക്കി കണ്ടുപിടിക്കാം. പെട്ടെന്ന് എണ്ണുമ്പോൾ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യത ഉണ്ടാവും. സമാധാനമായിട്ടുള്ള മനസ്സോടുകൂടി ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മാത്സിനെ കുറിച്ച് നമുക്ക് ആവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ബിഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ B ശ്രദ്ധിക്കുക, ബിയുടെ ബാക്കിലേക്ക് വരുമ്പോൾ ബിയുടെ ബാക്കിൽ 2 ബിയുടെ സംഖ്യ വന്നിട്ടുള്ളത്. അതിന്ന് -3 എന്ന് പറയുമ്പം നമ്മൾ തിരിച്ചിട്ടാണ് കണക്കാക്കുക കേട്ടോ. അവിടെ പിന്നെ അതിൻ്റെ നമ്പറിൻ്റെ എണ്ണം നോക്കണ്ട, തിരിച്ച് 3 എണ്ണം തിരിക്കുമ്പോൾ Y ആണ് കിട്ടുക. സോ Y ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. Aയും Zഉം കഴിഞ്ഞിട്ടാണ് Y വരുന്നത്. അപ്പം -3 എന്ന് വരുമ്പം Y ആണ് വരിക. പിന്നെ അതേപോലെ തന്നെ 9ൽ -3 കുറച്ചു F വന്നു, 7ൽ -3 കുറച്ചു, അങ്ങനെ D 4 ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പം YFD എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. BD ഈസ് റിലേറ്റഡ് ടു DH ഇൻ ദ സെയിം വേ. MO എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതും എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ആദ്യം 2 കൂട്ടുന്നു, പിന്നെ 4 കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ കണക്ഷൻ മനസ്സിലാക്കി വെക്കണം. ആദ്യം 2 കൂട്ടുന്നു, പിന്നീട് 4 കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോലെ ആ സീരീസ് തന്നെ അടുത്തതിലും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്തത് ചോദിച്ചിട്ടുള്ളത് MO ആണ്. അപ്പോൾ MO ആകുമ്പോഴും ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 13 എമ്മിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ 13 + 2, അപ്പോൾ 15ാമത്തെ ലെറ്റർ എടുത്തു. പിന്നെ 15 + 4 19ാമത്തെ ലെറ്ററായി S എടുത്തു. അപ്പോൾ OS ആണ് ഇവിടെ ആൻസറായിട്ട് വരിക, OS ആണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ്. ഇതും സീരീസ് തന്നെയാണ് കേട്ടോ. 1, 6, 15 പിന്നെ ഇവിടെ ഒരു സംഖ്യ തന്നിട്ടില്ല. 45ഉം 46ഉം തന്നിട്ടുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് കണക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 5 ഡിഫറൻസ് വരുന്നുണ്ട്. 6-ന്ന് 1 കുറയ്ക്കുമ്പം 5ആണല്ലോ വരിക. പിന്നെ 15-ന്ന് 6 കുറയ്ക്കുമ്പോൾ 9ആണ് വരിക. പിന്നെ നമുക്ക് അറിയില്ല, ഒരു സംഖ്യ നമുക്ക് തന്നിട്ടില്ല. പിന്നെ വ്യത്യാസം ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കും വേണം. അപ്പം നമുക്ക് മനസ്സിലായി ഡിഫറൻസുകൾ തമ്മിൽ അത്യാവശ്യം അത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം ആ മെയിൻ ഡിഫറൻസ് നോക്കുക, പിന്നെ അതിനും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിന് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. 4 ഇങ്ങനെ കൂടിയിട്ടാണ് പോണത് കേട്ടോ. +4 ഇങ്ങനെ കൂടിയിട്ടാണ് പോണത്. സോ ആദ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തന്നിട്ടുള്ളതിൻ്റെ ഡിഫറൻസ് നോക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു സീരീസിൻ്റെയും താഴോട്ട് വരണം. അപ്പോഴാണ് ഈ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ പിന്നെ 4 കൂട്ടിയിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള 15ൻ്റെ കൂടെ നമ്മുടെ 13 കൂട്ടുമ്പോൾ 28ആണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് കിട്ടിയതാണ് 28ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് തന്നെയാണ് കേട്ടോ. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം. ഒരു ടേം മിസ്സിങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് ഏത് ഓൾട്ടർനേറ്റീവ് ആണെന്ന് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യാം? 5, 11, 24 നമ്മൾ എഴുതി നോക്കുന്നു. 5, 2, 10 + 1 11. 11 ആകുമ്പോഴും *2 ഇവിടെ +2 ആണ്. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളുണ്ടാവും. ആദ്യം 1 കൂടുന്നു, പിന്നെ 2 കൂടുന്നു, പിന്നെ 3 കൂടുന്നു, പിന്നെ 4 കൂടുന്നു, 5 കൂടുന്നു. അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. ആ ഒരു പിന്നെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 5, 2, 10, 10 + 1 11, ഇവിടെ 11, 2 അങ്ങനെ വന്നു. 22ഉം 2ഉം 24ആയി. 24 2 കൂട്ടി, അതിനോട് 3 കൂട്ടി 51. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത് 106ആണ്. അപ്പോൾ 106നോട് 2 ഗുണിച്ച് 5 കൂട്ടുകയാണ് വേണ്ടത്. 5ാമത്തെ ആവർത്തനമാണ് അഞ്ചാമത്തെയാണ് ഈ ഒരു ലൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ 5 കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 217ആണ് ഉത്തരമായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ 217ആണ് അവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്തതും ഒരു സീരീസാണ്. കൂടുതലായിട്ടും നമുക്ക് CSEBയിൽ കാണപ്പെടുന്നതാണ് സീരീസ്. നമ്മുടെ കുറേ സമയം ചെയ്ത് നമ്മൾ അതുമ്മിൽ ഇരിക്കുകയും ചെയ്യും അല്ലേ. തെറ്റെങ്ങാനും ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 68, 72, 65, 69, 62, 66 അങ്ങനത്തെ ഒരു സീരീസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കണ്ടു തുടങ്ങാം. 72ന്ന് 68 പോയി 4ആണ് കിട്ടിയത്. പിന്നെ ഈ ഒരു -7ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ അതന്നെയാണ് വരുന്നത്. ആദ്യം 4 ഡിഫറൻസ് വരും, പിന്നെ 7 ഡിഫറൻസ് വരും. അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ആദ്യം 4 പിന്നെ -7 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് 66 - 7 എന്ന് പറയുമ്പോൾ 59ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ 59ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ. നെക്സ്റ്റത്തെ ഒരു സീരീസ് തന്നെയാണ്. കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ ബിലോ. അതും എളുപ്പം തന്നെയാണ്, നമ്മൾ എഴുതി നോക്കി ചെയ്യേണ്ടത് തന്നെയാണ്. സോ സി തന്നു, സിയുടെ കൂടെയുള്ള എം ആണ്, സിയുടെ കൂടെയുള്ള എം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എം നോക്കി. പിന്നെ അതേപോലെ അടുത്തത് ഒരു സംഖ്യ വിട്ടിട്ട് സി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീനെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇയിലേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവിടെയും എന്ത് ചെയ്യണം, നിങ്ങൾ നെക്സ്റ്റ് സംഖ്യ ഒഴിവാക്കുകയാണ്. എം കഴിഞ്ഞ് എന്നിനെ ഒഴിവാക്കി എന്ത് ചെയ്യുന്നു, ഓയിലേക്ക് വരുന്നു. അവിടെയാണ് ഇവിടെ വരിക. ഇവിടെ ജിയിലേക്ക് പോകുന്നു, ജി ഇവിടെ ക്യൂ ആവുന്നു. അപ്പോൾ ജി ക്യൂ. പിന്നെ ക്യൂ കഴിഞ്ഞ് ആറിനെ വിട്ടിട്ട് എസ് ആണ് അടുത്തത് എടുക്കേണ്ടത്. ഇവരാണെങ്കിൽ എച്ചിനെ വിട്ടിട്ട് ഐ എടുക്കണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ISS എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ISS. ഓപ്ഷൻ സി ആണ് ISS. പിന്നെ KUU തന്നെയാണ് വരിക. ഓക്കെ. അടുത്തതും ഒരു എന്താണ് തന്നെയാണ് കേട്ടോ, ലെറ്ററിൻ്റെയാണ്. അപ്പോൾ ലെമൺ എന്നുള്ളത് OVNLM എന്നാണ് എഴുതിയിട്ടുള്ളത്. മെലൺ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെയിം ഇതേപോലെ നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു സീരീസ് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്കതിൻ്റെ 4 ഭാഗത്തുള്ള ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കണം. ഒരു ബന്ധം മാത്രം നോക്കി പോകരുത് കേട്ടോ. ഇനി അടുത്തത്
സെക്രട്ടറിയുടെ പുതിയ നമ്മുടെ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ ഇപ്പം അടുത്ത് തന്നെ നമുക്കൊരു എക്സാം നടന്നില്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതിലത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളത്. 2-3-4 ക്വസ്റ്റ്യൻസ് അതിലത്തെ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്പെയർ പാർട്ട് മാനുഫാക്ചറിങ് കമ്പനി സോൾഡ് 400 യൂണിറ്റ്സ് അറ്റ് ₹80 പെർ യൂണിറ്റും, അതുപോലെ തന്നെ 500 യൂണിറ്റ്സ് ആണെങ്കിൽ 50 പെർ യൂണിറ്റാണ് കൊടുക്കുന്നത്. ഓട്ടോമൊബൈൽ കമ്പനി സ്പെയർ പാർട്സ് മാനുഫാക്ചർ ചെയ്ത് സോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് ഈച്ച് യൂണിറ്റ്, ഓരോ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ₹60 ആണ് പറയുന്നത്. വാട്ട് വാസ് ദ കമ്പനീസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ സെല്ലിംഗ്, ഒരു 900 യൂണിറ്റ്സ് വിൽക്കുകയാണെങ്കിൽ ഓക്കെ എത്രയാണ് അവരുടെ ഒരു ടോട്ടൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് തന്നിട്ടുണ്ട് ഓക്കെ 900 ആണ്, കാരണം അതാണ് ഇവിടെ 400-ഉം 500-ഉം എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ പെർ യൂണിറ്റ് വിലയും തന്നിട്ടുണ്ട്, പിന്നെ ടോട്ടലായിട്ടുള്ള പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ള ഒരു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം റവന്യൂ ആണ് കാണേണ്ടത്. ആദ്യം ഈ 400-ഉം അതുപോലെ തന്നെ 80-ഉം 400-ഉം 80-ഉം കൂടിയാണ് റവന്യൂ കാണുക. അപ്പോൾ 400-ഉം 80-ഉം കൂടി ഗുണിക്കുമ്പോൾ എത്രയാണ് 32,000 കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോഡക്റ്റ് 500-ഉം 50-ഉം, രണ്ടാമത്തെ യൂണിറ്റ് ആയ 500 യൂണിറ്റും 50 പെർ യൂണിറ്റും ചെയ്യുമ്പം 25,000. അതാണ് ഇവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57,000. ഇനി എത്ര സോൾഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു 900 യൂണിറ്റ്സ് ആണ് ഇനി സോൾഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് കോസ്റ്റ് ഒരു യൂണിറ്റിനാണ് 60 തന്നിട്ടുള്ളത്, ഒരു യൂണിറ്റിന്. അപ്പോൾ അതുപോലെ തന്നെ 900 യൂണിറ്റ് നോക്കണമെങ്കിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 54,000 രൂപ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 54,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് കാണാൻ വേണ്ടി ടോട്ടൽ റവന്യൂ ഇവിടെയുണ്ട് 57,000, പിന്നെ അതിന് ഈ 54,000 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് എന്ത് കിട്ടും 3,000 രൂപയാണ് കിട്ടുക കേട്ടോ. ബാക്കിയുള്ളത് 3,000 രൂപയാണ് ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി പ്രോഫിറ്റാണ് അല്ലേ, നെഗറ്റീവ് ബാലൻസ് അല്ല, ഫേവറബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 3,000 പ്രോഫിറ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സം ഓഫ് മണി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ABCD 4 ആൾക്ക് പ്രൊപ്പോർഷനും തന്നിട്ടുണ്ട് കേട്ടോ. 5:2:2:4:3 എന്നൊരു അംശബന്ധത്തിലാണ് അവർ വിതരണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ C ഗെറ്റ്സ് ₹1000 കൂടുതൽ കിട്ടും. ആരെക്കാളും ഡീനേക്കാളും കേട്ടോ. സിക്ക് എത്ര രൂപ കിട്ടുക 1000 രൂപ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ഷെയറാണ്, സിക്കാണ് പിന്നെ കിട്ടുക എന്ന് പറഞ്ഞു, പക്ഷെ ബിയുടെ ഷെയറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ബിയുടെ ഷെയർ എത്രയാണ്? അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുകയാണ് വേണ്ടത്. 5:2:4:3 ആണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് എഴുതാം, നമുക്ക് എക്സായി പരിഗണിച്ച് 5x:2, 4x:3x അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമുക്കൊരു പിന്നെ ഒരു പോയിൻ്റ് തന്നിട്ടുള്ളത്, ആകെ തന്നൊരു പോയിൻ്റ് എന്താ വെച്ചാൽ C ഗെറ്റ്സ് ₹1,000 മോർ ദാൻ ഡി എന്നാണ് പറഞ്ഞത് അല്ലേ. ഡീനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് 1000 രൂപ. അപ്പോൾ അതൊരു നല്ല ഡിഫറൻസാണ്, കാരണം ഈ രണ്ട് ഇതിന് തമ്മിലുള്ള ഡിഫറൻസാണ് അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1000 രൂപയാണ് ഇവിടെ എക്സ് വരുന്നത്. എക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിയുടെ ആരുടെ വേണമെങ്കിൽ ഷെയർ കണ്ടുപിടിക്കാം, കാരണം ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ബിയുടെ ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. 2x = 2 × 1000 = 2000 ആണ് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാറിൻ്റെ കണക്കാണ് കേട്ടോ. ദ സ്പീഡ് ഓഫ് എ കാർ ഇൻക്രീസ്ഡ് ബൈ 2 കിലോമീറ്റർ ഓരോ മണിക്കൂറിലും എത്ര 2 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. സ്പീഡ് കേട്ടോ, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഇൻ ദ ഫസ്റ്റ് 1 hour, ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ 35 കിലോമീറ്ററാണ് പിന്നിട്ടത്. എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 12 മണിക്കൂർ കൊണ്ട് അവർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ 2 കിലോ, അതായത് 1 മണിക്കൂറിൽ 12 മണിക്കൂറത്തെ യാത്ര ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 12 മണിക്കൂർ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് എഴുതി പോകണം. ഓരോ 1 ഹവറിലുമാണ് 2 കിലോമീറ്റർ കൂടുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിന് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ പോലെയാണ് ഇതൊക്കെ പോകുന്നത്. കാരണം
കൂടിയും കുറഞ്ഞാണ് ഇത് പോവുക. 2 കിലോമീറ്റർ ആഫ്റ്റർ എവറി അവർ കൂടി ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഇതിനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആക്കിയിട്ട് കണക്കാക്കുകയും നമ്മുടെ സമവാക്യം എല്ലാവരും എഴുതി വയ്ക്കുക. SN = n/2. n/2 അറിയാവുന്നത് തന്നെയാണ്. n/2 പിന്നെ ബ്രാക്കറ്റിൽ 2a + n - 1d. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്തതാണ് 12/2 2 × 35 + 12 - 1 × 12. ഓക്കെ, ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ 70 22 പിന്നെ ഇൻറ്റു 6, അപ്പോൾ 552 കിലോമീറ്റർ കിട്ടും. അത് തന്നെയാണ് ഇവിടെ 552 കിലോമീറ്റർ തന്നെയാണ് ഓക്കെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 16 ബോയ്സ് ഉണ്ട് ക്ലാസ്സിൽ കേട്ടോ. അവരുടെ ആവറേജ് വെയിറ്റ് ആണ് 50.25 കിലോ. എന്നാൽ ബാക്കിയുള്ള 8 ബോയ്സ്, റിമൈനിങ് 8 ബോയ്സിന് 45.15 കിലോ ആണ് ഉള്ളത്. അവരെ കാളും 45 ഉള്ളൂ കേട്ടോ. മറ്റത് 50.25 ആയിരുന്നു. അപ്പോൾ അവരുടെ ആവറേജ് ഹൈറ്റ്, ബോയ്സിൻ്റെയും വേണം ഗേൾസിൻ്റെയും വേണം. ബോയ്സിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഗേൾസിൻ്റെ ചോദിച്ചിട്ടില്ല. ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ ദ ക്ലാസ്, ബോയ്സിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 16 ആൺകുട്ടികളുടെ എഴുതുമ്പോൾ 50.25 ആണ്, 50.25 ആണ്. 50.25 ഇൻറ്റു പിന്നെ നോർമലി നിങ്ങൾ കണക്ക് കൂട്ടുക. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ഓഫ് 8 ബോയ്. അതുപോലെ ആദ്യം 16 കുട്ടികളുടെ കാണും, പിന്നെ 8 കുട്ടികളുടെ കാണും. അപ്പോൾ ടോട്ടൽ ബോയ്സ് 24 ആണെന്ന് മനസ്സിലായി. ഓക്കെ, 24 ടോട്ടൽ അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ ആവറേജ് വെയിറ്റ് കാണാം കേട്ടോ. ടോട്ടൽ വെയിറ്റ് കാണാം ആദ്യം, അത് കഴിഞ്ഞ് ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1165.2 / 24 ആണ്. 48.55 കിലോ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ C 48.55 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല വിലപ്പെട്ട സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഇനിയുണ്ട് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ഒരു മാർക്ക് പോലും കളയാതെ എത്രയും പെട്ടെന്ന് ചെയ്ത് പഠിച്ച് റെഡി ആയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള മാത്സൊക്കെ കൊണ്ടുവരാം. ചോദിച്ചത് തന്നെയാണ്, CSEB ചോദിച്ചത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്